ഇയർഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ആ ഹെഡ്സെറ്റ് ഒന്ന് വെക്കിട്ടാ. ആരടിയാണ് അമ്മായി? പോയാടന്ന് ഈ പ്രാവശ്യങ്ങളിലെ ലൈഫിലേക്കിടാ ശരിയാക്കിരാം. നിങ്ങൾ അടുത്തോട്ടം കംപ്ലീറ്റ് ചെയ്യാൻ പാടാ. ശരിയാക്കി മണി എന്റെ മണി. ഈ പ്രാവശ്യം പിള്ളേരോട് തോറ്റു. അടുത്ത പ്രാവശ്യം കൊണ്ട് തോൽവിണ്ടാവരുത് മണിക്കൂട്ടാ. എനിക്കേ പറ്റൂ, നിനക്ക് മാത്രമേ പറ്റൂ. യു ക്യാൻ ഡു ഇറ്റ്. യെസ്. എടാ മണിക്കുട്ടാ, എന്താടാ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സുധിയേട്ടാ എപ്പത്തി? ഞാനിപ്പോ വന്നുള്ളൂ. കുറച്ച് ദിവസമല്ല കണ്ടിട്ട്. ആ കുറച്ച് തിരക്കിലായിരുന്നു. അമ്മയ്ക്കൊക്കെ സുഖല്ലേ? ആ സുഖമായിട്ട് പോണു. അത് പിന്നെ സുധിയേട്ടാ, ആ ആ പാറു പാറു കാണാട്ടോ. പാറു 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 എന്താ നിന്റെ പ്രശ്നം? സുധിയേട്ടാ വിട്. കുറച്ച് നാളായി നീ മുഖം വീർപ്പിച്ച് നടക്കാൻ തുടങ്ങിട്ടു. സുധിയേട്ടാ കൈവിട, ആരെങ്കിലും കാണും. ഓ കാണട്ടെ, എല്ലാരും കാണട്ടെ. ആ സുധിയേട്ടാ വെറുതെ. എന്ത് വെറുതെ? എന്താന്ന് വെച്ചാ പറയടി. അത് ആ പറ. സുധിയേട്ടാ, ആ സുധിയേട്ടാ ഞാൻ ഒരു മാസമായി പീരീഡ്സ് ആയിട്ട്. ഇതിനാണോ നീ പിണങ്ങി നടക്കണേ? പാറു ഇതൊക്കെ അതിൻ്റെതായ വഴിക്ക് ശരിയാവില്ലേ? പാറു എടോ നീ വെറുതെ എങ്ങനെ നോക്കല്ലേ? അതിപ്പോ കെട്ടിയാൽ തന്നെ പ്രശ്നമല്ലോ. എന്റെ അവസ്ഥ പറഞ്ഞിട്ട് നീ ഇങ്ങനെ സംസാരിക്കല്ലേ? ഓ ഈ അവസ്ഥ ഇതിനു മുമ്പൊന്നും അറിയണ്ടായിരുന്നില്ല. നീ എനിക്കൊരു വഴി പറഞ്ഞതാടാ, ഞാനാകെ പെട്ടിരിക്കുക. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഡാ നിനക്കേ പറ്റുള്ളൂ എന്ത് സഹായിക്കാൻ. ഓ അങ്ങനെ എൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടൊരു അറിവാ. ഇത് എനക്കൊന്ന് ഞാൻ തോറ്റു. എനിക്കെന്നാ ഇനി പറയാൻ. അമ്മ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞിരുത് മനസ്സിപ്പിക്കാൻ. എടിയേ ഇതിലും കൂടുതൽ പെറ്റതാ ഞാൻ. കണ്ടില്ലേ തറവാട്ടില് പെറ്റ് വയ്യാതായപ്പോൾ ഞാനൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സൂത്രത്തിൻ്റെ പേരാണ് പപ്പക്കായ. പപ്പക്കായ? ആ ഇങ്ങനത്തെ കാര്യത്തിന് ഇതാ ബെസ്റ്റ്. എടാ ഇതൊക്കെ ഏൽക്കൂ. പിന്നെ ഏൽക്കാണ്ട് എനിക്ക് അനുഭവമുള്ളതല്ല, എനിക്ക് അറിവുള്ളതല്ല. പപ്പക്കായ പറഞ്ഞ അതൊക്കെ വെച്ചട്ടാ. പപ്പക്കായ എവിടെ നിന്ന് കിട്ടാ? നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനമാണോ? വാ
ചായ കുടിക്കട്ടെ സുധി. എന്താടാ ഇവിടെ പപ്പക്കായ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെയാ എൻ്റെ സുമേ, ഇന്നലെ രാത്രി നീ ഇറങ്ങാതിരുന്നേ. അതിനറിയാൻ ഉറങ്ങാണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടാ. അയ്യോ എന്താടാ പപ്പക്കയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വന്നപ്പോഴേ എന്നിട്ട് ഇതിവിടെ പോയാ പറയടാ. സുധി, എന്താടാ ഞാൻ ഇങ്ങോട്ട് നോക്കിയേ. എടാ നീ ഈ നേരത്തെ ഒരു മാതിരി മറ്റേ പരിപാടി കാണിച്ചോണ്ടല്ലോ. അയ്യടാ, അതല്ല, അതിന്റെ അപ്പുറത്തേക്ക് നോക്കൂ. എടാ പപ്പക്കായ. സോറ വാ നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം. എടാ ആ ചേച്ചി എന്താ വിചാരിക്കുക? എന്ത് വിചാരിക്കണം? ഒന്നും വിചാരിക്കില്ലേ. വാ, എന്തിനാ ചോദിച്ചാലാ? തോരൻ വെക്കാന്ന് പറയാം. ആർക്കാ ചോദിച്ചാലാ? എനിക്കാന്ന് പറയാം. വാ ഡാ ഹായ് ചേച്ചി. എന്താ വേണ്ടേ? ചേച്ചി ചേച്ചി പപ്പക്കായ വേണമായിരുന്നു. ഓ പപ്പക്കായോ? എത്ര എണ്ണം വേണം? രണ്ടെണ്ണം പോരെ? 2 മതി. ആകെ 2 ഉള്ളൂ. ഇതാട്ടോ. മോനല്ലേ ദേച്ചിയുടെ മോനല്ലേ കിഴക്കേടത്തെ? അമ്മേനറിയൂ? ആ പിന്നെ അറിയാം. എവിടെയോ കണ്ട പോലെ. ശരി ശരി. ചോദിക്കട്ടാ. ചെക്ക നീ എങ്ങോട്ടാ പോണേ? അമ്മേ ഞമ്മാണി കുണ്ട വീട്ടിൽ പോവാ. നീ ഇങ്ങനെ തെണ്ടി നടന്നോ. രാമ 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 പാഹിമാ രാമ പാദം ചരണേ പാഹിമാ രാമ 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 പാഹിമാ രാമ പാദം ചരണേ രാമ പാഹിമാ. പിടിക്കടി പാറു പാറു. ക്രണിൽ ചോദ്യം അവള് കഴിച്ചിണ്ടാവില്ലേ? നീ ഒന്ന് സമാധാനപ്പെടു സുധി, അതവള് കഴിച്ചിണ്ടാവും. ഡാ അത് കലങ്ങില്ലേ? കലക്കാൻ ഇതന്നെ ബെസ്റ്റ്. നീ പേടിക്കാണ്ടിരുന്ന സുധിയെ. കാരണവന്മാര് പറഞ്ഞ അത് അച്ചട്ടാ. ശരിയാവൂല്ലേ? പിന്നല്ലാണ്ട് നാളെ രാവിലെ തൊടുകൂടിയിട്ട് നോക്കിയേ, ഇതങ്ങോട്ട് കലങ്ങി അങ്ങോട്ട് പോരും. അല്ല എടാ പാറു വിളിക്കണ്ടു. ഞാൻ ഹലോ പാറു. സുധേട്ടൻ എവിടെയാ? എന്തായി, നീ കഴിച്ചോ? അത് കഴിക്കണോ? കഴിച്ച ശരിയാവോ? എനിക്കാണെങ്കിൽ ആകെ പേടിയായിട്ട് പാടില്ല. പാറു നീ പേടിക്കാതിരിക്കി, നാളെ ആവുമ്പത്തിനെല്ലാം ശരിയാവും. ഞാൻ പറയണ കേക്ക്. പിന്നെ ഈ കാരണവന്മാര് പറയണുണ്ടല്ലോ അച്ചട്ടാ, ഞാനല്ലേ പറയണേ. അപ്പോ കഴിച്ചോക്കല്ലേ? നീ ധൈര്യമായിട്ട് കഴിക്കു പാറു. പിന്നെ ഇത് കഴിക്കുമ്പോ പാലിൽ അരച്ച് ചേർത്ത് വേണം കഴിക്കാൻ, കേട്ടല്ലോ? ശരി ശരി, ഞാൻ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് വിളിക്കാം. ആ ശരി എന്നാ. ഡമ്മണിയെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടേനടാ. നീ മുത്താടാ. ഒന്ന് പോയേ മുത്ത്. സുധേട്ടാ, എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയണില്ല.
എന്റെ വയറൊക്കെ വേന എടുത്തിട്ട് പാടില്ല. എനിക്ക് പറ്റണില്ല. പൊന്നു പാറു, നീ ഒന്ന് സമാധാനപ്പെട്. ഞാനിത് വീട്ടിൽ പറയട്ടെ. എന്തായാലും നമ്മൾ ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ, പിന്നെ എന്താ പ്രശ്നം? നീ വെറുതെ കളിക്കല്ലേ. നാളെ നേരം വെളുക്കുമ്പോഴത്തേനും എല്ലാം ശരിയാവുന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീ ഒന്ന് നിക്ക്. എനിക്ക് നിക്കാനിരിക്കാനും പറ്റണില്ല സുധേട്ടാ. എന്നാ നീ പോയി കിടക്ക്. പാറു, ഹലോ ഹലോ പാറു, നീ കേക്കണില്ലേ നീ? ഹലോ 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 പാറു, ഹലോ. ഇതിനുള്ള മറുപടി ഞാൻ നേരിട്ട് വന്നിട്ട് പറഞ്ഞ പറടാ. മോളെ, അച്ഛനോട് എന്തെങ്കിലും പറയണ്ട. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, പേടിക്കണ്ട. അച്ഛനല്ലേ? ആ പറഞ്ഞോ. ഞാൻ ഒരാളായിട്ട് ഇഷ്ടത്തില. സുധി, സുധി, സുധി. എടാ, വീട്ടില് തീ പിടിച്ച അവസ്ഥയാടാ. നിക്കാനിരിക്കാനും പറ്റണില്ല. എന്താടാ സുധിയെ വന്നു നീ ഉണ്ണിക്കുട്ടാ, എന്തായി ചോടൊക്കെ എടുക്കട്ടെ? വേണോണ്ടാ, നല്ല സമയ. സമർപ്പിത നാടിന്റെ യുവത്വം. അനുപേട്ടാ, ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഈ ഒരെണ്ണം കൊണ്ടായില്ല, എല്ലായിടത്തും വെക്കണം. പിള്ളേർ വിട്ടുണ്ട്. മഴ വരും മുന്നേ വെക്കാൻ നോക്ക്. അതേ, അനുപേട്ടന്റെ പടം കവലെന്ന് അറിയണം കേട്ടാ. പടം അറിയും. ചേട്ടാ, ആ രവിയുടെ മകൻ സുധീൻ അറിയോ? ഇല്ലില്ല. അറിയില്ല. നോക്കാം. നീയാണോ രവിയുടെ മകൻ സുധി? ആണോടാ? എന്താട്ടാ, നമ്മുടെ നാട്ടിൽ വന്നിട്ട് കളിപ്പാണാ? നീ ഏതാ? ഞാൻ ചേട്ടാ, ഞാൻ 2 പരിപ്പട പാർസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ കാര്യം എന്തായി? ചമ്മന്തി വെക്കാൻ മറക്കല്ലേട്ടാ. ഞാനാ സുധി. എന്റെ പെണ്ണിനെ വേണല്ലടാ. നീ എന്റെ കൊച്ചിനെ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് വിചാരിച്ചടാ. കൊടുക്കുമോ? മടം നാട്ടിൽ വന്നിട്ട് ഒരു ചെക്കനെ തല്ലുമ്പോ എല്ലാരും നോക്കിക്കുന്നു വിചാരിക്കണ്ട. ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. മനസ്സിലായ? ഇവിടെ വന്നിട്ട് ഈ വക അഭ്യാസങ്ങൾ വേണ്ട. സമാധാനത്തിൽ സംസാരിക്കാം. രഘു പറഞ്ഞു കൊടുത്തടാ. നീ പേടിക്കണ്ട. നിങ്ങളൊക്കെ അനുഭവിക്കൂട്ടോ. ഇതിപ്പോ പ്രശ്നാണല്ലോ. അനുപേട്ടോ? അല്ല, അനുപേട്ടണ്ട്. നീ ടെൻഷൻ അടിക്കണ്ടിക്ക്. പുലിവാലായ ഞാനിപ്പോ എന്താ ചെയ്യാന്നാലോക്ക. ഇപ്പൊ എനിക്കും ഡൗട്ടായല്ലോ. അല്ല, നീ പറയും, ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എനിക്കറിയില്ല അനുപേട്ടോ. എല്ലാം എൻ്റെ കയ്യിന്ന് പോയ പോലെ. എന്റെയും. ഇപ്പൊ എന്തായാലും എല്ലാം അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. അനുപേട്ടോ, അമ്മ. ഈ പേടിക്കണ്ട. എൻ്റെ അമ്മ. എന്റെ അനുപേന്റെ കണ്ണു ഞാൻ. ലതേച്ചൊരു മിനിറ്റ് സംസാരിക്കണ്ട. അമ്മ,
ചേച്ചി പിള്ളേരൊരു തമാശ ഒപ്പിച്ചാന്ന് വിചാരിച്ചേ, പക്ഷെ വയറ്റിലുണ്ടെന്നാ പറയണേ. എന്താ രൂപ നീ പറയണേ? പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല, അവനോട് ചോദിക്കി തല്ലണ്ടേ ചേച്ചി. ചക്ക നീ ഇതെന്ത് വായിച്ചാ? എന്തൊക്കെയാ കാട്ടി കൂടണേ? പിള്ളേരുടെ തമാശ രണ്ടെണ്ണം വന്ന് നിക്കണണ്ടില്ലേ? നിനക്കെങ്കിലും വല്ല ബോധണ്ടാ? അതെ അമ്മേ, എനിക്ക് സുധേട്ടന് അത്ര ഇഷ്ടമായതുകൊണ്ടാ. എന്തായാലും നിങ്ങൾ ഇങ്ങനെ കയറ്റാൻ ഉദ്ദേശിക്കില്ലേ? നിങ്ങൾ വന്നേടാ രൂപ, നീ ഇങ്ങോട്ട് വാ. അല്ല ചേച്ചി, എല്ലാവരും അറിയിച്ചെന്നെ കല്യാണമായിട്ട് നമുക്ക് നടത്തി കൊടുക്കണ്ടേ കാര്യങ്ങളായിട്ട്. അതല്ല ഞാൻ പറഞ്ഞു വന്ന്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ഈ അനുവുണ്ട്. അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ? ശരിയാക്കടാ. രശ്മി എന്തെങ്കിലും ചെയ്യണേ? മണിക്കുട്ടി പഠിക്കണില്ലേ? വലുതായിട്ട് വേണം നമ്മുടെ പാർട്ടിയിൽ ചേരാൻ. വനിതാ സമ്മേളനമൊക്കെ വരുന്നത്. എല്ലാം ഉഷാറാക്കാം. ഞാനില്ലേ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയില്ലേ? കുറവായിട്ട് നമ്മുടെ വെക്കണ ലതേച്ചി എല്ലാം ഭംഗിയില്ലേ? വിഷമങ്ങൾ തീർന്നില്ലേ? കഴിക്കാം. എന്താടാ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നടക്കട്ടെ. ഹാപ്പി അല്ലേ? നീ പോയതോക്കി പെണ്ണൊറ്റയ്ക്കല്ലേ? പരിപാടികളൊക്കെ ഉള്ളല്ലേ? നിന്റെ സ്വഭാവം എനിക്കറിയാടാ മോനെ, മനസ്സിലായേ? ഒരു പാലില്ലാത്ത എന്റെ കുറവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നീ ഹാപ്പി അല്ലേ? സുധേട്ടൻ എനിക്കൊരു കാര്യം പറയാണ്ട്. ഇതുവരെ അല്ല ഓക്കെ അല്ലേ? കുട്ടികളെ കൊള്ളാം. എന്റെ വയറ്റിലൊന്നുമില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിനക്കുള്ള പുളി മാങ്ങ, പച്ച മാങ്ങ, മസാല ദോശ ഇതൊക്കെ ഞാൻ മടി കൊണ്ടെടുത്ത് ശരിയാക്കാൻ പറഞ്ഞിട്ട്. പിന്നെ നീ റെസ്റ്റ് എടുക്കേണ്ട സമയല്ലേ? എടാ മനുഷ്യ, എന്റെ വയറ്റില് ഗർഭമില്ല. എന്താണ്? ശരി, ഞാൻ പോട്ടെ. ഒന്ന് നിർത്തിയരേ, നിർത്താൻ. എന്തരേ മണി? എന്താ നിന്റെ കൂട്ടുകാരനെ വിടറേ? ഏത് കൂട്ടുകാരൻ? ഓ, നാട്ടിലെ സകല പെണ്ണുങ്ങളും നിന്റെ കൂട്ടുകാരന്റെ പിന്നാലാണല്ലോടാ. നിനക്കിത് വരുന്നായില്ലേ? അതിനിപ്പോ എന്താ? അതിനെങ്ങനെ മാങ്ങയുള്ള മാവിലുള്ള കല്ലറിയോ? അവന്റെ കല്ലോ കൊഞ്ചൊക്കെ എന്താ കൊടുക്കടേ? എന്റെ പൊന്നു പാറു, നിന്റെ സുധിയേട്ടൻ കൈവിട്ട് പോണ എല്ലാ ലക്ഷണവും ഞാൻ കാണാണ്ട്.
നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയാ. ആ രശ്മിയും സുമതിയൊക്കെ സുധീറെ പുറകെ അവനായോണ്ട് ചായവുണ്ട്. അതുകൊണ്ട് നീ തന്നെ ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ അറിയാലോ ഈ സുധീട്ടൻ അതിന് ഞാനെന്താ ചെയ്യാ? ഒരു കാര്യമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് തന്നെ സുധീറിനെ കിട്ടും, എനിക്ക് തന്നെ അല്ല നിനക്ക് തന്നെ സുധീറിനെ കിട്ടും. എന്താ? അയ്യോ അത്രയ്ക്കും വേണോ? അല്ല, ലക്ഷ്മിയുടെ വീട്ടില് സുധിനെ കുറിച്ച് എന്തൊക്കെയോ സംസാരം ഉണ്ടെന്ന് കേട്ടെ. ഇനിയിപ്പോ സുധിയുടെ കാര്യമായിട്ടൊന്നും പറയാനും പറ്റില്ല. നമുക്കത് ചെയ്യാം. ആ പിന്നൊരു കാര്യം, ഇതിന്റെ പിന്നിൽ നീയോ ഞാനോ ഉണ്ടെന്ന് അവനൊരിക്കലും അറിയാൻ പാടില്ല. ഞാൻ മാത്രല്ല, ചേട്ടൻ്റെ കൂട്ടുകാരൻ മണിക്കുട്ടനും കൂടി പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനൊക്കെ ചെയ്ത്. സുധി തേടാ പപ്പക്കായോടെ. എന്റെ പറമ്പിലുണ്ടായിരുന്നോ? എനിക്ക് കിട്ടിയാല് പപ്പായം കിട്ടിയില്ലോ, പപ്പായം കിട്ടിയിട്ട്